ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മൗനരാഗത്തിൻ്റെ ഇന്നത്തെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ ആദ്യം തന്നെ നമ്മുടെ രൂപ ചന്ദ്രസേനോട് ചോദിക്കുന്നുണ്ട്, നമ്മുടെ കിരണിൻ്റെ കാര്യം എന്തായി, എന്തെങ്കിലും മാർഗം ചെയ്തിട്ട് നമുക്ക് പൈസ എത്ര വേണമെങ്കിലും കൊടുക്കാം എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ചന്ദ്രസേനൻ പറയാണ്, എന്താ രൂപ നീ പറയുന്നത്? ആ മാർട്ടിൻ എന്ന് പറയുന്ന ആള് അയാളൊരു വട്ടനാണെന്നാണ് അയാളുടെ മേലുദ്യോഗസ്ഥന്മാർ വരെ പറയുന്നത്. അയാൾ ഒരു പൈസ അയാൾ മേടിക്കത്തില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് ശാരി പറയുകയാണ്, അതെ ഞാനൊരു കാര്യം പറയട്ടെ, ഒന്നും തോന്നരുത്, അത് എത്രയായാലും മരണപ്പെട്ടത് രൂപയുടെ ആങ്ങളയാണ്, അതായത് കിരണിൻ്റെയൊക്കെ മാമനാണ്. അപ്പം അതുകൊണ്ട് തന്നെ കർമ്മങ്ങളൊക്കെ ചെയ്യേണ്ട നടപടി പ്രകാരം ചെയ്തില്ലെങ്കിൽ അയാൾ ഒരു പക്ഷേ നമ്മളെയൊക്കെ ഉപദ്രവിച്ചാലോ എന്നിങ്ങനെ പറയുകയാണ്. അപ്പം ആ സമയത്ത് ചന്ദ്രസേനൻ പറയുന്നുണ്ട്, അതെ ജീവിച്ചിരിക്കുന്നവരെ പേടിച്ചാൽ മതി, ആത്മാക്കളെ പേടിക്കേണ്ട ആവശ്യമില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് അല്ല ഞാനത് പറഞ്ഞെന്നുള്ളൂ എന്ന് പറയുമ്പോൾ നിനക്കെന്താ കർമ്മങ്ങൾ ചെയ്യണോ എന്നിങ്ങനെ രൂപ നമ്മുടെ ശാരിയോട് ദേഷ്യപ്പെട്ട് ചോദിക്കുകയാണ്. അയ്യോ എനിക്ക് അങ്ങനെയൊന്നും ചെയ്യണമെന്നില്ല എന്നിങ്ങനെ രൂപ ഞാൻ പറഞ്ഞേ ഉള്ളൂ എന്ന് പറഞ്ഞ് തലയും കുമ്പിട്ട് അവിടെ നിന്ന് നമ്മുടെ ശാരി പോവുകയാണ്. അപ്പം ആ സമയത്ത് വീണ്ടും രൂപ ചന്ദ്രസേനോട് പറയുകയാണ്, ഏട്ടാ നമ്മുടെ കിരൺ എന്ന് പറയുമ്പോൾ കിരൺ മാത്രമല്ല ആ വേലുവും അതുപോലെ രതീഷും അവരെയൊക്കെ രക്ഷപ്പെടുത്തണം. നമുക്ക് നാളെ എന്തായാലും നവീൻ ആ കോടതിയിൽ നന്നായി വിയർക്കണം, എങ്കിൽ മാത്രമേ ഒരു പക്ഷെ രക്ഷപ്പെടുത്താൻ സാധിക്കുകയുള്ളൂ എന്നിങ്ങനെ പറഞ്ഞങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ അതിനുശേഷമാണെങ്കിൽ നമ്മുടെ ജയിലാണ് കാണിക്കുന്നത്. അപ്പോൾ വിക്രവും അതുപോലെ വിക്രത്തിനോടായിട്ട് അവിടെയുള്ളൊരു കുറ്റവാളി പറയുന്നുണ്ട്, ഒരു ജയിലിൽ താമസിക്കുന്ന ആൾ പറയുകയാണ്, എടാ എത്രയായാലും ആ ഗംഗപ്രസാദ് എന്ന് പറയുന്ന ആളെ കൊലപ്പെടുത്തിയ നിന്റെ അളിയനുണ്ടല്ലോ, അവനൊരു വല്ലാത്തൊരു സംഭവം തന്നെയാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ അവനെ നേരിട്ട് കാണാനാണ് തോന്നുന്നത്. അത്രയ്ക്ക് വലിയ കാര്യങ്ങളൊക്കെയാണ് അവനെ പറ്റി ഓരോന്ന് പറഞ്ഞിട്ടുള്ളത്. ഈ പറയുന്ന ഗംഗപ്രസാദ് ഇവിടേക്ക് വന്നപ്പോൾ പറഞ്ഞത് ഓർമ്മയില്ലേ, അവൻ ചെന്നൈ വിറപ്പിച്ച ഒരാളാണ് ഈ ഗംഗപ്രസാദ്, എന്നിട്ട് അവൻ മുട്ടുവിറച്ചത് ഈ കിരണിൻ്റെ മുന്നിലാണ് എന്നിങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ ആ സമയത്ത് അവിടേക്ക് മനോഹർ എത്തുകയാണ്. അപ്പം മനോഹർ പറയുന്നുണ്ട്, അതെ കിരൺ അവനൊരു നല്ലത് തന്നെയാണ്. അപ്പോൾ കിരണും കിരണിൻ്റെ പെങ്ങളുമൊക്കെ ദൈവം സൃഷ്ടിച്ച ദൈവത്തിന് അനുഗ്രഹം കിട്ടിയവരാണ്, അവർ ആർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. എടാ നിനക്കൊക്കെ വായിൽ വെള്ളിക്കരണ്ടിയുമായി ജനിച്ചവനല്ലേ, നിന്റെ അമ്മൂമ്മയും അച്ഛനുമൊക്കെ നിന്നെ എത്രയോ നോക്കിയതാണ്, എന്നിട്ടും നീ എന്തിനാണ് അവരെയൊക്കെ കൊല്ലാനും തല്ലാനും നടക്കുന്നത്? നിന്റെ അമ്മൂമ്മയും അച്ഛനും വരെ ഒരു സമയത്ത് മാറിയില്ലേ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് തിരിച്ച് നമ്മുടെ മനോഹറിനോടായിട്ട് വിക്രം പറയാണ്, നീ എന്തിനാ അതൊക്കെ പറയുന്നത്? നീ ആരെത്ര വല്ലാണ്ട്, നീ 10-60 പെണ്ണും കെട്ടി അവർക്ക് കുഞ്ഞുങ്ങളുണ്ടാകുന്ന സമയത്ത് നീ അവിടെ നിന്ന് മുങ്ങുന്നവനല്ലേ, പിന്നെ നീ എന്തിനാണ് എന്നോട് സംസാരിക്കാൻ വരുന്നത് എന്ന് ചോദിക്കുമ്പോൾ, ശരിയാണ് നീ പറഞ്ഞത്, എനിക്ക് അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പം അതിൽ ഞാൻ ഖേദിക്കുന്നുണ്ട്. പക്ഷെ ഞാൻ ജനിച്ചു വളർന്ന സാഹചര്യം നിന്റെ പോലെയല്ലായിരുന്നു. ഞാൻ പറഞ്ഞത് എനിക്ക് അച്ഛനും അമ്മയൊന്നും ഇല്ലാതൊരു സാഹചര്യത്തിലാണ് ഞാൻ ജനിച്ചു വളർന്നത്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ആയത്. പിന്നെ നീ ഇവിടെ നിന്ന് പുറത്തിറങ്ങിയിട്ട് അവരെന്തെങ്കിലും കൊല്ലാനോ ചല്ലാനോ നോക്കുന്ന അറിഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ. അപ്പോൾ ആ സമയം നമ്മുടെ മനോഹർ പറയാണ്, എടാ നീ മര്യാദയ്ക്ക് ഇതിൻ്റെ ഉള്ളിൽ നിന്നോളെ, ഇപ്പം ഈ ഗംഗപ്രസാദും ഇല്ല ഇവിടെ, നിനക്ക് രാഹുലും ഇല്ല കൂട്ടായിട്ട്, മര്യാദക്ക് നിന്നില്ലെങ്കിൽ എൻ്റെ കയ്യിൽ നിന്ന് നീ വാങ്ങിക്കുമെന്നും പറഞ്ഞ് അവിടെ നിന്നും നമ്മുടെ മനോഹർ പോവുകയാണ്. അതിനുശേഷമാണെങ്കിൽ പ്രകാശനും ലക്ഷ്മിയമ്മയും കൂടി നവീനെ കാണാൻ വേണ്ടി നവീൻ ഇവരുടെ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു നിൽക്കുന്ന സമയത്ത് ആ CI ആണ് ആകെ പ്രശ്നം എന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും കാർത്തിക് അവർക്ക് ചായയുമായിട്ട് വരുന്നുണ്ട്, ചായ കുടിച്ചുകൊണ്ട് സംസാരിക്കുകയാണ്. അപ്പോൾ ആ പറയുന്നുണ്ട്, വേലു ഈ കുറ്റം ഏറ്റെടുത്തിട്ടുണ്ട്, എന്തായാലും കിരണിനെ അവരൊന്നും ചെയ്തിട്ടില്ല, വേലുവിനെയും രതീഷിനെയുമാണ് അവർ ചോദ്യം ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ മാന്യമായ രീതിയിലാണ് കിരൺ ഇതുവരെയും ഇടപെട്ടിട്ടുള്ളത്. ഇനിയിപ്പോൾ ആരെങ്കിലും കുറ്റം ചെയ്തു എന്ന് പറഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ നമുക്ക് അയാളെ രക്ഷപ്പെടുത്താനും പറ്റും, കിരണിനെ നമുക്ക് ഇതിൽ നിന്ന് ഊരിയെടുക്കുകയും ചെയ്യാം എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ആ സമയത്ത് അല്ല ബോഡി എന്ത് ചെയ്തു എന്ന് അവൻ ഇതുവരെയും പോലീസിനോട് പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നുണ്ട്. ഇനിയിപ്പോൾ അങ്ങനെയാണെങ്കിൽ അവിടെ നിന്നും ആ ബോഡി കണ്ടെടുത്ത് പോസ്റ്റ്മോർട്ടത്തിന് അയക്കേണ്ടി വരുമെന്ന് പറയുമ്പോൾ നമ്മുടെ കാർത്തിക പറയുന്നുണ്ട്, ബോഡി കിരണിൻ്റെ വീട്ടിൽ തന്നെയുണ്ട്, മറവ് ചെയ്തിരിക്കുകയാണ് എന്ന് പറയാണ്. അങ്ങനെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തണം. അപ്പോൾ എന്തായാലും ഇന്ന് രാത്രി മുഴുവനും മുത്തശ്ശനുമായിട്ട് ആലോചിച്ചിട്ട് എന്തെങ്കിലും ഒരു തീരുമാനം, നാളെ എന്തായാലും നല്ല രീതിയിൽ അവിടെ ഫൈറ്റ് ചെയ്താൽ മാത്രമേ കിരണിനൊക്കെ രക്ഷപ്പെടുത്താൻ പറ്റുകയുള്ളൂ, എന്നാൽ ഞാൻ വരട്ടെ എന്നും പറഞ്ഞിട്ട് അവിടെ നിന്ന് നവീൻ ഇറങ്ങാൻ നേരം ലക്ഷ്മിയമ്മ പറയുന്നുണ്ട്, മോനെ കോടതി കഴിഞ്ഞതിന് ശേഷം മോൻ പ്രതീക്ഷിക്കുന്നതിനേക്കാളും കൂടുതൽ പൈസ ഞാൻ തരും എന്ന് പറയാണ്. എന്താ അമ്മ ഇതൊക്കെ, പൈസയ്ക്ക് വേണ്ടിയിട്ടാണോ ഞാനിത് ചെയ്യുന്നത്? എൻ്റെ കൂട്ടുകാരനല്ലേ കിരണും അതുപോലെ തന്നെ ആദർശമൊക്കെ, അപ്പോൾ അവർക്കൊരു അപകടം വന്നു കഴിഞ്ഞാൽ ഞാൻ ഉണ്ടാകില്ലേ എന്നിങ്ങനെ പറയുന്നുണ്ട്. എന്തായാലും കിരണിനൊരു അബദ്ധം പറ്റി, അവൻ തലക്കടിച്ച് കാർത്തികയെ കൊല്ലാൻ വന്ന സമയത്ത് സ്വയരക്ഷയ്ക്ക് വേണ്ടി തലക്കടിച്ചതാണ് എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു, അതിന് പകരം ഇങ്ങനെയൊന്നും പറയണ്ടായിരുന്നു എന്നിങ്ങനെ പറഞ്ഞിട്ട് എന്തായാലും
നമ്മുടെ നവീൻ അവിടെ നിന്നും പോവുകയാണ്. അപ്പോൾ മോളെ അവൻ രക്ഷപ്പെടില്ല, അപ്പം ശ്രമിക്കാം അച്ഛ എന്നിങ്ങനെ നമ്മുടെ കാർത്തിക പ്രകാശനോട് പറയുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ അതിനുശേഷമാണെങ്കിൽ നമ്മുടെ കല്യാണിയെ കാണിക്കുകയാണ്. കല്യാണിയെ റൂമിലേക്ക് മാറ്റിയിരിക്കുകയാണ് ICUവിൽ നിന്നും. അപ്പോൾ ആ സമയത്ത് നല്ല വേദനയുണ്ട്. അപ്പോൾ കാദംബരിയും അതുപോലെ തന്നെ ബൈജുവും അരികിലുണ്ട്. എങ്ങനെയുണ്ട് എന്നിങ്ങനെയൊക്കെ ചോദിക്കുകയാണ്. അപ്പോഴേക്കും പ്രകാശൻ അവിടേക്ക് എത്തുകയാണ്. അപ്പോൾ ആ സമയത്ത് പ്രകാശൻ വന്നിട്ട് മോളെ റൂമിലേക്ക് മാറ്റിയില്ലേ, ആശ്വാസമായി എന്ന് പറയുകയാണ്. അപ്പോൾ ആ സമയം കിരണേട്ടനെ കണ്ടില്ലല്ലോ അച്ഛ എന്നിങ്ങനെ പറയാണ്. കിരൺ ഹരിസാറുമായിട്ട് എവിടേക്കോ പോയിരിക്കുകയാണ്. അവൻ എന്തോ കോടികളുടെ ബിസിനസ്സോ മറ്റോ എന്തോ ഒരു ഇതിന് വേണ്ടി പോയതാണെന്ന് പറയുന്നുണ്ട്. ഞാൻ ഇങ്ങനെ കിടക്കുമ്പോൾ അങ്ങനെ കിരണേട്ടൻ പോവാറില്ലല്ലോ, പോകില്ലല്ലോ എന്നിങ്ങനെ നമ്മുടെ കല്യാണി പറയുകയാണ്. മോൾക്ക് അസുഖം ഭേദമുണ്ടെന്ന് ഡോക്ടർ കിരണിനോട് പറഞ്ഞായിരുന്നു, പിന്നെ എന്തിനാ അവിടെ നിൽക്കുന്നത്? അപ്പോൾ നമ്മുടെ കാദംബരിയും പറയുന്നുണ്ട്, അതെ രതീഷ് ഏട്ടനും പറഞ്ഞായിരുന്നു കോടികളുടെ ഡീലിങ്സ് ആണ്, അതുകൊണ്ടാണ് കിരൺ സാറ് പോയതെന്ന് എന്നിങ്ങനെ പറഞ്ഞിട്ട് മോൾക്കിപ്പോൾ വേദനയുണ്ടോ മോളെ എന്നിങ്ങനെ പ്രകാശൻ ചോദിക്കാൻ. നല്ല വേദനയുണ്ട് അച്ഛ എന്ന് പറയുന്നുണ്ട്. മരുന്നിൻ്റെ ഡോസ് മാറുമ്പോൾ നല്ല വേദനയാണ്, എന്തായാലും മാസങ്ങളോളം പിടിക്കും ഈ ഒരു മുറിവ് കരിയാനായിട്ട്. അപ്പോൾ അതുവരെയും കിടക്കേണ്ട കാര്യം ആലോചിക്കുമ്പോഴാണ് എന്ന് കല്യാണി പറയുമ്പോൾ പ്രകാശൻ പറയുന്നുണ്ട്, അത് സാരില്ല മോളെ, അസുഖമൊക്കെ ഭേദമാകട്ടെ, പിന്നെ മോളെ ആര് എന്ത് ചെയ്യാൻ വന്നു കഴിഞ്ഞാലും അവരെയൊന്നും വെറുതെ ഞാൻ വിടില്ല. അതിപ്പോൾ ഞാൻ എൻ്റെ കയ്യിലിട്ട് വളർത്തിയ എൻ്റെ മകനായാൽ പോലും അവനെ ഞാൻ കൊല്ലും, അത് ഉറപ്പാണ്. കൊന്ന് ഞാൻ ആ വന്യമൃഗങ്ങൾക്ക് ഇട്ടുകൊടുക്കും എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ രാഹുലിൻ്റെ കാര്യം പറയുന്നുണ്ട്, അതെ അവന് കിട്ടേണ്ട ശിക്ഷ തന്നെയാണ് കിട്ടിയത്. തല്ലി ചതച്ചതിന് ശേഷം വന്യമൃഗങ്ങൾ വേട്ടയാടി അവനെ കൊന്നു തള്ളി എന്നിങ്ങനെ പറയുകയും ചെയ്യുകയാണ്. അങ്ങനെ അതിന് ശേഷമാണെങ്കിൽ നമ്മുടെ കിരണും അതുപോലെ വേലുവും രതീഷും കൂടി സെല്ലിലങ്ങനെ നിൽക്കുകയാണ്. അവർ നാളത്തെ കാര്യത്തെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നത്, നാളെ രക്ഷപ്പെടാൻ പറ്റുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. എന്തായാലും ആ പുറത്തുള്ള ഷെഫിയെയും അതുപോലെ ഗംഗയുടെ കൂട്ടുകാരെയും ഒക്കെ പേടിക്കണം, അവരെന്തെല്ലാം ചെയ്യുമെന്ന് അറിയില്ല. എന്തായാലും അവരെയും കൂടി നമുക്ക് എതിർത്ത് നിന്നാലേ നമുക്ക് ജീവിക്കാൻ പറ്റുകയുള്ളൂ എന്നുള്ള കാര്യങ്ങൾ അവരിങ്ങനെ പറയുകയാണ്. അപ്പോൾ ആ സമയം നാളെ ജാമ്യം കിട്ടില്ലേ എന്നിങ്ങനെ വേലു ചോദിക്കുന്ന സമയത്ത് വേലു നിനക്ക് ജാമ്യം കിട്ടേണ്ട കാര്യം സംശയമാണെന്ന് പറഞ്ഞു. എൻ്റെ കാര്യം കുഴപ്പമില്ല, സാറിന് കിട്ടിയാൽ മതി എന്ന് വേലു മറുപടി പറയുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ അതിനുശേഷം കോടതി തന്നെയാണ് കാണിക്കുന്നത്. കോടതിയിൽ 3 പേരും ആ പ്രതിക്കൂട്ടിൽ അങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ വക്കീൽ, അതായത് ഗംഗപ്രസാദിൻ്റെ ഭാഗത്തു നിന്നുള്ള വക്കീൽ വാദിച്ചു കൊണ്ടിരിക്കുകയാണ്. നിങ്ങളപ്പോൾ അതായത് അവിടെ ആ ഓഡിറ്റോറിയത്തിലേക്ക് വന്ന ഗംഗയെ തലമടയ്ക്കടിക്കുകയും അതുപോലെ കിരൺ തലമടയ്ക്കടിച്ച് നിങ്ങൾ അയാളെ കൊന്നൂലേ എന്നിങ്ങനെ വേലുവിനോട് ചോദിക്കുകയാണ് ആ വക്കീൽ. അപ്പോൾ ആ സമയം നവീൻ കണ്ണുകൊണ്ട് ഇങ്ങനെ കാണിക്കുകയാണ് ഇല്ല എന്ന് പറയാനായിട്ട്. അപ്പോൾ നമ്മുടെ വേലു പറയുന്നുണ്ട്, ഇല്ല സാറേ ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ താൻ ഇന്നലെ പോലീസ് സ്റ്റേഷനിൽ കുറ്റം സമ്മതിച്ചതല്ലേ എന്ന് ചോദിക്കുകയാണ്. അത് പിന്നെ സാറേ അവരെന്നെ തല്ലിയിട്ടൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ അങ്ങനെ കുറ്റം സമ്മതിച്ചതാണ് എന്ന് മറുപടി പറയുകയാണ്. അപ്പോൾ ഇവർ പറയുന്നത് മൊത്തം കള്ളമാണ്, ഇന്നലെ പോലീസിനോട് ഇവർ കാര്യങ്ങളൊക്കെ സമ്മതിച്ചതാണ് എന്ന് പറയുന്നുണ്ട്. ഇതിപ്പോൾ ഇവർ മൊഴി മാറ്റി പറയുന്നതാണ് എന്ന് വക്കീൽ ജഡ്ജിനോട് പറയുകയാണ്. അങ്ങനെ ആ സമയത്ത് അവിടേക്ക് കാർത്തികയും അതുപോലെ തന്നെ ചന്ദ്രസേനൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട്. അങ്ങനെ അതിന് ശേഷം വീണ്ടും നമ്മുടെ കിരണോട് ചോദിക്കണം, അപ്പം താനാണ് തല്ലി തകർത്തതല്ലേ, അവനെ തല്ലി തകർത്ത് താനാണല്ലേ കാറിലാക്കിയിട്ട് ബോഡി എവിടേക്കോ കൊണ്ടുപോയത്, നിങ്ങളൊക്കെ കൂടിയിട്ടല്ലേ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ കിരൺ അങ്ങനെ ഞെട്ടി നിൽക്കുന്നൊരു ഭാഗം. അങ്ങനെ കോടതിയുടെ ആ ഒരു പകുതി വിചാരണ തുടങ്ങി നിൽക്കുന്നൊരു ഭാഗത്തോടു കൂടിയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക് യു.